രാവിലെ തന്നെ നല്ല വെയിലാണ്, പക്ഷെ തണുപ്പുള്ളതുകൊണ്ട് വെയിലാണ്ട് ഏൽക്കണില്ല കേട്ടോ. ഇന്നത്തെ പണി ഇതാ, നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മണ്ണും വളവും മണലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ അതെടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. എന്താ പണി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് നമ്മൾ കോവലിന്റെ പന്തലിന്റെ അടിയിൽ ഇതാ നൂൽക്കോളും ചൈനീസ് ക്യാബേജ് ഒക്കെ ചട്ടിയിലാക്കിയിട്ട് കുറച്ച് അടുപ്പിച്ച് ഇങ്ങനെ വെച്ചതല്ലേ അന്ന്. അപ്പൊ ആ സൈഡിലുള്ള ക്യാബേജ് ഒക്കെ നമ്മൾ ചട്ടിയിലിട്ടൊക്കെ അവിടെയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ഓർഡറിൽ വെക്കണം. അന്ന് നമ്മൾ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒക്കെ ഇതുപോലെ അടുപ്പിച്ച് വെച്ചതാ. എല്ലാത്തിനും വളർച്ച ഉണ്ടില്ല, 2 ആഴ്ച കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് ഇതിന് മണ്ണിട്ട് കൊടുക്കണം. മണ്ണിട്ട് കൊടുക്കണമെങ്കിൽ ആദ്യമൊക്കെ ഒന്ന് ലെവലിൽ വെച്ചിട്ട് ഓരോന്നിനും മണ്ണൊക്കെ ഇട്ട് സെറ്റ് ആക്കി എടുക്കണം. ഇതാ ചൈനീസ് ക്യാബേജ് നോക്ക്, 2 ആഴ്ച കൊണ്ട് ഇത്രയായി. ഇതൊക്കെ നടുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തതാ. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ വിളവെടുപ്പ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ ചട്ടിയിലിട്ട ക്യാബേജ് ഒക്കെ കഴിഞ്ഞതാ. അതുപോലെയുള്ള ഇനി കുറച്ച് ചെറുത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഉണ്ട്, ഒക്കെ നല്ല മൂപ്പായതാണ്. നമ്മൾ ആ വീട്ടിലെ ആവശ്യത്തിന് ഇങ്ങനെ പറിച്ചെടുക്കാൻ വെച്ചാൽ നിർത്തിയാ. ഇത് ചട്ടിയിലിട്ട ചൈനീസ് ക്യാബേജ് കണ്ടില്ലേ, കുറച്ച് പുഴുക്കേടും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ നിലത്ത് നട്ടതാണ് ഇപ്പം വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്. ചട്ടിയിലിട്ട പിന്നെ നമ്മളെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ എടുക്കാൻ ഇങ്ങനെ നിർത്തിയതാ. ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൈഡിലേക്ക് വെക്കണം. ബൊക്ചോയ് അല്ലേ, ബുക്ചോയ് അല്ലേ, ഇതൊക്കെ ഇങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് ഇവിടെയൊക്കെ നമുക്ക് തക്കാളി ഇപ്പൊ വില കൂടിയ സാധനമാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇതൊക്കെ പടുമുളയായിട്ട് ഉണ്ടായത് കേട്ടോ. ചൈനീസ് ക്യാബേജ് ചട്ടയിൽ പടുമുള വന്ന് തക്കാളി ഇതാ ഇഷ്ടം പോലെ പച്ച തക്കാളി ഉണ്ടായത് ഒക്കെ ഇങ്ങനെ. ക്യാരറ്റ് ബീട്രൂട്ട് കുറച്ച് ബീട്രൂട്ടൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ക്യാരറ്റ് നമ്മൾ വിളവെടുത്തിട്ടില്ല. ബീട്രൂട്ടിൽ നമ്മൾ നിർത്തിയ ചട്ടികളൊക്കെ അതാ ബാക്ക് സൈഡിലുണ്ട്. അതൊക്കെ ഇനി വീട്ടിലെ ആവശ്യത്തിന് ഇടയ്ക്ക് കറിക്കൊക്കെ സാമ്പാറിലും ഒക്കെ ഇടാനായിട്ട് ഇങ്ങനെ എടുക്കാം. ഉണ്ടല്ലേ ക്യാബേജൊക്കെ ആയ ക്യാബേജ് തന്നെ. ഇനി വേണമെങ്കിൽ ഇതൊക്കെ അടുപ്പിച്ച് വെക്കുകയും ചെയ്യാം. നനക്കാൻ വേണ്ടി മാത്രം ഒന്നും പ്രശ്നമുള്ളൂ, ബാക്കി വളവും കാര്യങ്ങളൊന്നും ഇനി ഇട്ട് കൊടുക്കുന്നില്ലല്ലോ, ഒക്കെ കഴിഞ്ഞില്ലേ. അപ്പൊ അതാ ചേർത്ത് വെക്കാം. ചുണ്ട് പൊട്ടുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാല് പകല് നല്ല വെയിലും രാവിലത്തെ ആ തണുപ്പും രണ്ടും കൂടെ ആകുമ്പോഴാണ് നമ്മളെ ചുണ്ടുപൊട്ടൊക്കെ. പക്ഷെ ചുണ്ടുപൊട്ടൊക്കെ വന്നാലും നമ്മളെ ക്യാബേജിനൊക്കെ നമ്മൾ കൂടുതൽ ചെയ്ത ക്യാബേജൊക്കെ നല്ല കൂടി വരുന്നുണ്ട്. അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ കാലാവസ്ഥ കേട്ടോ. ഇത് കണ്ടില്ല, ഇതൊക്കെ നമ്മൾ ക്യാബേജ് പറിച്ചെടുത്താ കേട്ടോ. ഇതൊക്കെ ഇനി മാറ്റി നിറയ്ക്കാനുണ്ട്, അടുത്ത തൈ നട്ടു കൊടുക്കാനുണ്ട്. അപ്പം നമ്മൾ കാപ്പിവറിയുടെ ഒരു തിരക്കും പിന്നെ വീടിന്റെ ചെറിയ പണിയുണ്ട്. വീടിന്റെ ഓടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. 1 മാസം കൂടെ കഴിഞ്ഞാൽ നോമ്പൊക്കെ ആയി. അപ്പോൾ നോമ്പിന് മുന്നായിട്ട് വീട്ടിലും ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിലല്ല, വീടിന്റെ. അപ്പം അതൊക്കെ തിരക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാപ്പിയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പച്ചക്കറിയൊക്കെ അടുത്ത് നട്ടു കൊടുക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ചട്ടിയിലൊക്കെ കുറച്ച് നട്ടു കൊടുക്കാൻ നല്ലത്. കൂടുതലായിട്ട് പുറത്തൊന്നും നടന്നില്ല. അപ്പം വിളവെടുപ്പിൻ്റെ സമയമാണ് ഇപ്പം. അപ്പോൾ ശീതകാലം വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് അടുത്തൊക്കെ നട്ടു കൊടുക്കാമല്ലോ. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ഓർഡറിൽ വെക്കാം. ഓർഡറിൽ വെച്ചിട്ട് വേണം മണ്ണിട്ട് കൊടുക്കാൻ. അങ്ങോട്ട് പയറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പന്തലിനോട് ചേർത്തിട്ട് ഉമ്മ ഓരോ സൈഡിലും പയറൊക്കെ കണ്ടിട്ട് ഒന്നും കൂടുതലായിട്ടില്ല. പയർ നമ്മൾ വേറെ വയലിൽ കൂടുതൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ വീട്ടിലെ ആവശ്യത്തിനുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയത് എല്ലാവരും നിർത്തുമ്പോൾ ഒരു കാട് മൂടിയ പോലെ ചീര കേട്ടോ. പച്ചച്ചീരന്റെ ഒരു ചെടി കുറച്ച് വലുതായി. അപ്പൊ ഇതൊക്കെ വിത്തിന് നിർത്തിയതാ. ഒന്നാമത് നമുക്കിനി ക്യാബേജൊക്കെ വിളവെടുത്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഇതുപോലെ പച്ചച്ചീര വിത്ത് ഇങ്ങനെ കറുത്ത് വരുന്നുണ്ടോ, ഇതുപോലെ വിത്ത് കുറച്ച് മൂപ്പായി കഴിഞ്ഞാൽ ഒക്കെ കട്ട് ചെയ്ത് നമ്മളൊന്ന് ഉണക്കിയിട്ട് ക്യാബേജ് വിളവെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ നമ്മൾ ഇത് എറിഞ്ഞു കൊടുക്കും. നമ്മൾ പണിയെടുക്കും, കൊത്തി അടുത്ത ഏരിയയിൽ നമ്മൾ എന്തെങ്കിലും നടുമ്പോഴത്തേക്കും ചീര ആദ്യം മുളച്ചോളും. പിന്നെ നമ്മൾ സ്ലെറിയിൽ എന്തായാലും ചീര മുളയ്ക്കും. ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചീരയുടെ വിത്ത് അങ്ങനെ പോയി പോകാനാണ് ഇതുപോലെ ആക്കുന്നത് കേട്ടോ. ആണെങ്കിൽ നമുക്ക് ഇതിന് വിത്ത് എടുത്താൽ കൊടുക്കാനും വിത്ത് ഉണ്ടാവും. ഇതെല്ലാം കുറച്ച് ചെടികൾ ഇതുപോലെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ചോപ്പിൻ്റെ ഇതുപോലെ നിർത്തിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ കെട്ടിയിട്ട് നമ്മൾ കോവലിൻ്റെ വള്ളീനോട് ചേർത്തേണ്ടി വെച്ച്. പിന്നെ മേലെ ഇഷ്ടം പോലെ കോവലുണ്ട്. കോവൽ നമ്മളിങ്ങനെ 2 ദിവസം കൂടുമ്പോഴൊക്കെ വിളവെടുത്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ പിന്നെ നമ്മൾ അങ്ങനെ തിന്നോണ്ടേക്കും. കോവലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറിച്ചു കൊടുക്കണം. അതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് പാകങ്ങൾ ഇങ്ങനെ ആയിക്കിട്ടും. ഓവർ മൂക്കാനൊന്നും നിർത്തരുത്. പിന്നെ നമ്മുടെ ഉമ്മ പഴയ ട്രോളിൻ്റെ പീസിൽ ചീര ഉണ്ടായിരുന്നു. ചീരയൊക്കെ പറിച്ച് ഒഴിവാക്കി സ്ട്രോബെറി ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ. അതാ കഴിച്ചിട്ടില്ല. 2 സ്ട്രോബെറിൻ്റെ തൈ നട്ടു കൊടുത്താൽ. ഇതൊക്കെ ഉമ്മൻ്റെ ഒരു ഐഡിയകളാണ്. എല്ലാത്തിലും ബോണസ് ഇതാ തക്കാളി ഉണ്ട്. അതിലൊക്കെ ഉണ്ടോ തക്കാളി. അപ്പുറം സൈഡിലും കുറച്ച് തക്കാളി ഉണ്ട് അല്ലേ. ആ സൈഡിൽ നമ്മൾ പന്തലിൻ്റെ സൈഡിലൂടെ ആയിട്ട് തക്കാളി ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇങ്ങനെ മാറ്റി ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നടുന്നുണ്ട്, പടുമോളയൊക്കെ വരുന്നുണ്ട്. പക്ഷെ വലിയ ശ്രദ്ധ കൊടുക്കലില്ല, അതുകൊണ്ട് തക്കാളിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത്
ഓർഡറിൽ വെക്കാം കേട്ടോ. നമ്മളിതുപോലെ ഓർഡറിൽ വെച്ച് വരികയാണ്. അടിയിൽ നമ്മൾ ഷീറ്റ് വിരിച്ചാൽ ഇതുപോലെ ലൈൻ ഉണ്ട് കേട്ടോ. അപ്പം ഈ ലൈനിൽ ഒരു ലൈനിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ലൈൻ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ നടന്നു പോകാം. നടന്നു പോകണമെന്ന് വെച്ചാൽ നമുക്ക് നനയ്ക്കാനും ഇതിന് വളം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ഒരു സ്പേസ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈനിൽ ഇങ്ങനെ വെച്ച് വരാം. വെക്കുന്ന വേണമെങ്കിൽ അടുപ്പിച്ച് വെക്കാം, ഇതൊന്നും കുഴപ്പമില്ല. അടുത്ത് നിന്ന് വെച്ചാലും നമ്മൾ നടുമ്പോഴൊക്കെ 1.5 അടിയും 1/4 അടി ഗ്യാപ്പ് ഇട്ടൊക്കെ അല്ലേ തൈ വെക്കല്. അതുകൊണ്ട് ഇതിങ്ങനെ അടുപ്പിച്ച് വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് പരമാവധി വെക്കാം. അപ്പം നമ്മൾ വെക്കുന്നത് നൂൽക്കോളാണ്. ഇത് നമുക്ക് ചൈനീസ് ക്യാബേജ് പിന്നെ ഓർഡറിൽ വേറെ വെക്കാം. ഇതുപോലെ കൊണ്ട് വെച്ച് വരാം. ഈ ഗ്യാപ്പ് നടക്കാനായി. നൂൽക്കോള് ഒതുക്കി കഴിഞ്ഞു കേട്ടോ. 3 ലൈനിലായിട്ട് വെച്ച് നടക്കാനുള്ള ഗ്യാപ്പും വിട്ടു കേട്ടോ. അപ്പം അതിവിടെ സെറ്റ് ആയതിനു ശേഷം നമുക്ക് ബാക്കി നമ്മളെ ചൈനീസ് ക്യാബേജ് ഇവിടെ കുറച്ചുകൂടെ സ്ഥലം കിട്ടിയിട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിതാ ബ്രൊക്കോളിയുടെ തൈ ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിവിടെ അല്ലായിരുന്നു, ഇതും കൂടെ നമുക്ക് ഓർഡറിൽ വെക്കാണ്ടല്ലോ. ഇതിൻ്റെ കൂടെ തന്നെ നട്ടാണ് ബ്രൊക്കോളി 2 ആഴ്ച കൊണ്ട് അതിലും കൂടുതൽ കുറച്ചും കൂടെ വളർച്ച കൂടുതൽ ബ്രൊക്കോളി കാണുന്നു അല്ലേ. അത് നല്ല വെളിച്ചുള്ള സ്ഥലത്തായിരുന്നു, പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ സ്ഥലം കിട്ടിയോണ്ട് ഇനി ഇങ്ങോട്ട് വെച്ചിട്ട് അവിടെ പച്ചമുളകൊക്കെ ഒതുക്കാണ്ട്. അപ്പോൾ ചൈനീസ് ക്യാബേജ് നിങ്ങൾ വെച്ചു കൊടുക്കാം. എല്ലാത്തിനും നല്ല വെളിച്ചം വേണം. ഇവിടെ പന്തലിട്ടുകൊണ്ട് ചെറിയൊരു ഷെയ്ഡ് ഉണ്ട്, എന്നാലും വെയിലെല്ലാം കിട്ടുന്നുണ്ട്. ഒരു ചില ഗ്യാപ്പിലൂടെ നല്ല വെയിൽ വരുന്നുണ്ട്. ഇങ്ങനെ വെച്ച് അടുത്തത് ഇത്രയും സ്പേസ് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഇല പൊന്തി കഴിഞ്ഞാൽ നടക്കാൻ കുറച്ച് പണിയാ. ചില ചട്ടികൾ ചെരിയുമ്പോൾ ചെറിയൊരു കല്ലിൻ്റെ പീസ് വെച്ചാൽ ലെവലിൽ നിന്നോളും. നമ്മൾ ഇപ്പോഴല്ല അതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ വെള്ളം പെട്ടെന്ന് ചെരിഞ്ഞു പോകും. ചെരിഞ്ഞാൽ ചെടിക്ക് കിട്ടുന്നതിന് മുന്നേ വെള്ളം പുറത്തോട്ടു. ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം ഇതും കൂടെ ഒന്ന് ഒതുക്കി വെക്കാം അല്ലേ. തൈകളൊക്കെ നമ്മൾ ഒതുക്കി കഴിഞ്ഞ് ഇനി ഓരോന്നിനൊന്ന് മണ്ണിടുന്ന കാണിച്ചാൽ ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട് ഇതിൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമ്മളെ നൂൽക്കോല് കാണിച്ചു കൊടുക്കുക. നൂൽക്കോല് ഇതാ ഇങ്ങനെയായിട്ട് ഉണ്ടാവുക. നൂൽക്കോല് ചെടീൻ്റെ മുകളിൽ ചില കുറേ ആൾ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരോട് പറഞ്ഞു തരാം. അതാ ഇവിടെ കണ്ടൊരു ബോൾ പോലെ വരുന്നത് ചെറിയ, അതിങ്ങനെ മണ്ണിൻ്റെ മുകളിലോട്ട് ബീട്രൂട്ടൊക്കെ പോലെ ഒരു കാ പോലെ ഇങ്ങനെ ഉണ്ടാവും. മണ്ണിൻ്റെ അടിയിക്കല്ല കേട്ടോ, മുകളിലോട്ടാണ് വരിക. അപ്പം അതിനനുസരിച്ചുള്ളൊരു മണ്ണിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇപ്രാവശ്യം മിക്സ് ചെയ്തേലേ മണൽ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. വളവും കാര്യങ്ങളും നമ്മൾ കുറച്ചിട്ടുണ്ട്, മണൽ കൂടുതലാക്കി. ആദ്യം നമ്മൾ വളവും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് മണ്ണല്ല ഇട്ടത്. മണലിട്ടാൽ നല്ല വേരോട്ടം കിട്ടും ചെയ്യും. നൂൽക്കോളിനൊക്കെ നല്ലതാ. അധികമായിട്ട് ഇടുന്നില്ല, അതിൻ്റെ ഈ ഒരു ലെവലും മതി. ഇവിടെ പിന്നെ ഇനി ബോൾ പോലെ അതിങ്ങോട്ട് വന്നോളും. അതിൽ നൂൽക്കോൾ ആയി വരുന്നുണ്ട് കേട്ടോ. 2 ഇല ഉണ്ടാവും, ഒരു റൗണ്ടിൽ ഒരു ഉണ്ടി ഉണ്ടാവും, അങ്ങനെയല്ല വരിക. ഇത്ര മണ്ണേ ഇടുന്നുള്ളൂ, കൂടുതലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. പക്ഷെ ഇനി അതാ ഓരോന്നിനൊന്ന് കാണിച്ചിട്ട് നമുക്ക് പിന്നെ മൊത്തത്തിലിടാം. ചൈനീസ് ക്യാബേജിന് ഇടുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷെ അത് കൂടി കിട്ടണം. അതിനൊക്കെ ഗ്യാപ്പിൽ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ ചെടിക്ക് കിട്ടുന്ന കാണിച്ചതാ. ഇട്ട് കൊടുത്താലോ? ഇടില്ല. നമ്മൾ ആദ്യം നിറച്ച സമയത്ത് കണ്ടില്ലേ ചെറിയ ഗ്യാപ്പ് മണ്ണ് കുറച്ചതാട്ടോ. ഈ ലെവലിൽ ഇട്ടിട്ടുള്ളൂ. അത് നമ്മൾ ഈ സമയം വരുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ആദ്യം കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ പറ്റൂല. അതുകൊണ്ടാണ് ഫസ്റ്റ് വറക്കുമ്പോൾ മണ്ണ് കുറച്ചത്. ഇപ്പം അത് നമ്മൾ അത്യാവശ്യം കണക്കിൽ ഇതിനിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇല പൊട്ടാതെ ഇടണം. നൂൽക്കോളിനും ബ്രൊക്കോളിക്കൊന്നും പിന്നെ കുഴപ്പമില്ല, അതൊക്കെ പൊന്തി വെക്കുന്നുണ്ട്. ഇത് കുറച്ച് വിടർന്നാ വരിക. അധികം വിടുന്നതിന് മുന്നേ തന്നെ നമ്മളാ ഇതിനും ക്യാബേജിനും മണ്ണ് കയറ്റി കൊടുക്കാനൊക്കെ വളർന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൽ കുറച്ചും കൂടെ അത്യാവശ്യം നമ്മൾ കൊടുന്ന മണ്ണ് കയറും കേട്ടോ, കുറച്ച് പോരാ. നല്ല ക്ഷമ വേണം ഇല പൊട്ടാതെ ഇട്ട് കൊടുക്കാനായി. ഈ ഒരു ലെവലിൽ മറ്റേതൊക്കെ എത്രയോ കൂടുതൽ ഉണ്ട്, ഇത്ര മതി. ഇനി ഇട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കൂടി വരുന്നതാണ്.
നമുക്ക് ഇതിനിട്ട് കൊടുത്തിട്ട് ബ്രോക്കോളിക്ക് ഇടാൻ പറയില്ലേ, സുഖാണ്. ഇത് മുകളിലോട്ട് പൊന്തിക്കുന്നുണ്ട്, അടിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇതിനും കൂടുതൽ ഇടണ്ട, ഇതിന് പ്രത്യേക കണക്കല്ല, എന്നാലും ചെടി നിൽക്കാനായിട്ടുള്ളത് അതായത് ഈ ഫസ്റ്റത്തെ ഇലയൊക്കെ കാണില്ലേ, അതിന് കുറച്ച് താഴ്ഭാഗത്തൂടെ ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ. എന്തായാലും എല്ലാത്തിനും ഇടുമ്പോഴും കുറച്ച് സമയം എടുക്കും. നമ്മൾ അരിക്ക് നിലത്ത് കെട്ടാൽ നമ്മൾ അരിക്ക് വെക്കുമ്പോഴും ഇതേ പണിയൊക്കെ എടുക്കണം, ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അല്ലേ ഈ ഒരു ലെവലിൽ നമ്മൾ ബ്രോക്കോളിക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇത്രയും ചട്ടികളുണ്ട്, എല്ലാത്തിനും മണ്ണൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. മണ്ണിടുന്ന പണികൾ കഴിഞ്ഞ് എല്ലാത്തിലുമായി ഓരോന്നിനും കണ്ടില്ലേ. കൂടുതൽ മണ്ണ് വന്നത് ചൈനീസ് കാബേജിലാട്ടോ, കുറച്ച് കൂടി നിൽക്കാൻ വേണ്ടി കുറച്ച് കൂടുതലിട്ട്, നൂൽക്കോളിലൊക്കെ പാകത്തിനുള്ള അളവിലിട്ട്. പിന്നെ ഇപ്രാവശ്യം ശീതകാല പച്ചക്കറി തൈകൾക്ക് നല്ല ഉഷാർ തന്നെയാണ് കാലാവസ്ഥ, നല്ല തണുപ്പ് കിട്ടിയോണ്ട് നല്ലതാണ്. രോഗങ്ങളൊക്കെ കുറവുണ്ട്, വാട്ടരോഗം കുറവുണ്ട്, പുഴുശല്യം വരെ കുറവുണ്ട് കേട്ടോ. നല്ല തണുപ്പ് കിട്ടിയോണ്ട് വേഗം വളർച്ച വന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ചൈനീസ് കാബേജ് ഒരു മാസം കൊണ്ട് തന്നെ, ആദ്യമായിട്ട് ഞങ്ങൾ നട്ടിട്ട് ഒരു മാസം കൊണ്ട് ചൈനീസ് കാബേജ് വിളവെടുക്കുന്നത്. നിലത്ത് നട്ട് 2 ദിവസം മുന്നേ വിളവെടുപ്പിനൊക്കെ വീഡിയോ ചെയ്തില്ലേ, അടിപൊളിയായിട്ട് കിട്ടി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വിളവെടുപ്പ് ആയി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ കറക്റ്റ് കാലാവസ്ഥ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ചെടികളും ഇതുപോലെ പെട്ടെന്ന് വളർന്നു കിട്ടും.